ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസിഡ് റെയിൻ എന്താണ്. ഒരുപാട് പേർക്ക് ആസിഡ് റെയിൻ എന്താണെന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷേ എങ്ങനെയാണ് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്, അതിൻ്റെ എഫക്റ്റുകൾ എന്താണ്, എന്തൊക്കെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ട്, ഒന്നും അറിയലുണ്ടാവില്ല. അപ്പോൾ ആദ്യം എന്താണ്, നമ്മൾ ആസിഡ് റെയിൻ എന്താണെന്ന് കേട്ടിട്ടുണ്ടാവും, പലരും കേട്ടിട്ടുണ്ടാവും. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആസിഡ് റെയിൻ എന്താണെന്ന് നോക്കാം, അതിൻ്റെ എഫക്റ്റുകൾ എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ആസിഡ് റെയിൻ എന്താണ്. ആസിഡ് റെയിൻ എന്ന് പറയുന്നത്, ആസിഡ് റെയിൻ ഈസ് പ്രസിപ്പിറ്റേഷൻ കണ്ടെയ്നിങ് ഹാംഫുൾ എമൗണ്ട്സ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ്. അതായത് നമ്മൾ പെയ്യുന്ന മഴയിലുണ്ടല്ലോ, മഴയിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെയും അതേപോലെ തന്നെ നൈട്രിക് ആസിഡിൻ്റെയും അംശം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ, അതിനെയാണ് നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡ് റെയിൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ആസിഡ് റെയിൻ എന്താണെന്ന് മനസ്സിലായി. ആസിഡ് റെയിൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ആസിഡ് റെയിൻ ഉണ്ടാവുന്നത് നമ്മളുടെ പൊല്യൂഷനൊക്കെ ഉണ്ടാവുന്നത്, അതായത് നമ്മളെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാവുന്ന വെഹിക്കിൾസ്, അതായത് ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്, അതേപോലെ തന്നെ പവർ പ്ലാന്റ്സ്, ഇവിടെ നിന്നൊക്കെ വരുന്ന ഒരുപാട് എയേഴ്സ് ഉണ്ടാവും അല്ലേ, ഒരുപാട് വേസ്റ്റ് എയേഴ്സ്, അതായത് അവർ എമിറ്റ് ചെയ്യണ ഒരുപാട് എയേഴ്സ് ഉണ്ടാവും. അതിലെന്താണ്, അതിൽ ചില ഗ്യാസസ് ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഗ്യാസസ് ആണ് ഏതൊക്കെയൊക്കെ, സൾഫർ ഡയോക്സൈഡ് എന്ന് പറഞ്ഞ ഗ്യാസ് ഉണ്ട്, നൈട്രജൻ ഓക്സൈഡ്സ്, അതായത് നൈട്രിക് ഓക്സൈഡും അതേപോലെ തന്നെ നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള ഓക്സൈഡ്സ് ഉണ്ട്. ഈ രണ്ട് ഗ്യാസസ്, അതായത് ഈ മൂന്ന് ഗ്യാസസ് കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, നമ്മളുടെ ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്. ആസിഡ് റെയിൻ ഉണ്ടാവാൻ കാരണം എന്താണ്, സൾഫ്യൂരിക് ആസിഡും അതേപോലെ തന്നെ നൈട്രിക് ആസിഡിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. അത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ദ എമിഷൻ, ബിക്കോസ് ഓഫ് ദ എമിഷൻ ഓഫ് നൈട്രിക് ഓക്സൈഡ് ഓർ നൈട്രജൻ ഡയോക്സൈഡ്, അല്ലെങ്കിൽ എന്താണ് സൾഫർ ഡയോക്സൈഡിൻ്റെ എമിഷനാണ് നമ്മളുടെ വെഹിക്കിൾസ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്, അതേപോലെ തന്നെ പവർ പ്ലാന്റ്സിൽ നിൽക്കലിലെ എമിഷൻ കൊണ്ടാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ആസിഡ് റെയിൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതെന്തുണ്ട്, നമ്മൾ ഇവിടെ എന്തുണ്ട്, ഫാക്ടറീസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് വെഹിക്കിൾസ്, ഒരുപാട് പവർ പ്ലാന്റ്സ് ഉണ്ടാവും അല്ലേ. അവിടെ നിന്ന് എന്തുണ്ട്, നമ്മളുടെ സൾഫർ ഡയോക്സൈഡും ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്, നൈട്രജൻ ഡയോക്സൈഡും ആണ് കൊടുത്തിട്ടുള്ളത്. ഇതെന്താണ്, മുകളിലേക്ക് പോകുന്നുണ്ട്. മുകളിലേക്ക് പോകുന്ന ആ ഗ്യാസ് എന്താണ്, നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നുണ്ട്, നമ്മുടെ സൾഫ്യൂരിക് ആസിഡും അതേപോലെ തന്നെ നൈട്രിക് ആസിഡും ഉണ്ടാവുന്നത്. എന്താണ്, സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഉണ്ടാവുന്നത്. അതെന്താണ്, അത് ആ വാട്ടർ കണ്ടന്റിൽ എന്തായാലും നമ്മളെ എൻവയോൺമെന്റിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സർഫസിലേക്ക്, എർത്തിന്റെ സർഫസിലേക്ക് എത്തുന്നു. ഇതിനാണ് നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആസിഡ് റെയിൻ കാരണം എന്താ, അതായത് ആസിഡ് റെയിൻ്റെ കോസസ് എന്താണ്. ആസിഡ് റെയിൻ ഉണ്ടാവുന്നതുകൊണ്ടുള്ള കോസസ് ആണ് എന്ത്, കോസസ് എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവൽസ്, അതായത് നമ്മൾ ഒരുപാട് കോള്, അതേപോലെ തന്നെ ഒരുപാട് ഫോസിൽ ഫ്യൂവൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എമിഷൻസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, തെർമൽ പവർ പ്ലാന്റ്സിലൊക്കെ ഉണ്ടാവുന്ന എമിഷൻസ്, നമ്മൾ വെഹിക്കിൾസ്, നമ്മൾ സ്കൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ബൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ എക്സോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഗ്യാസസ് ഉണ്ട്. ആ ഗ്യാസസിലൊക്കെ എന്തുണ്ട്, സൾഫർ ഡയോക്സൈഡ്, അതേപോലെ തന്നെ നൈട്രിക് ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിൽ, അതായത് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് എവിടെ നടക്കുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്നുണ്ട്, ആസിഡ് റെയിൻ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സൈക്കിൾ മുന്നോട്ട് പോകുന്നത്. സൈക്കിൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എന്താണ്, നൈട്രജൻ, അതായത് NOx എന്ന് കൊടുത്തത് എന്താണ്, ചിലപ്പോൾ നൈട്രിക് ഓക്സൈഡ് ആവാം, അല്ലെങ്കിൽ നൈട്രജൻ ഡയോക്സൈഡ് ആവാം. ഇത് രണ്ടും അതേപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ്, ഇത് മൂന്നും എന്ത് ചെയ്യുന്നതാണ്, ആദ്യം മുകളിലേക്ക്, അതായത് നമ്മളുടെ വെഹിക്കിൾസിൽ നിന്നും അതേപോലെ തന്നെ ഫാക്ടറീസിൽ നിന്നൊക്കെ എന്തുണ്ട്, അത് മുകളിലേക്ക് എമിറ്റ് ആവുന്നുണ്ട്. അവിടെ വെച്ചിട്ട് എന്താ, മുകളിൽ എന്ത് ചെയ്യും, വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്, റെയിൻ വാട്ടറുമായിട്ട്, ക്ലൗഡിലുള്ള റെയിൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് താഴേക്ക് എർത്തിൻ്റെ സർഫസിലേക്ക് വരുന്നു. എർത്തിൻ്റെ സർഫസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, എർത്തിൻ്റെ സർഫസിലുള്ള ഒരുപാട് എൻവയോൺമെൻറ്റലായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് അത് ഉണ്ടാക്കും, ആസിഡ് റെയിൻ ഉണ്ടാവും. അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. നമുക്ക് നോക്കാം എഫക്ട്സ് ഓഫ് ആസിഡ് റെയിൻ ഓൺ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ ഇഷ്യൂസ് ആസിഡ് റെയിൻ കാരണം ഉണ്ടാവും നോക്കാം. ആസിഡ് റെയിൻ ക്യാൻ ഡാമേജ് ഫോറസ്റ്റ്, harm aquatic life in lakes and rivers and degrade soil quality. അതായത് ഫോറസ്റ്റിന്, അതേപോലെ തന്നെ എന്താണ്, നമുക്ക് അക്വാട്ടിക് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ജലത്തിൽ കാണുന്നല്ലേ, നമ്മളെ വെള്ളത്തിൽ കാണുന്ന ഒരുപാട് ലൈഫ്സിന് എന്താണ്, അതിന് ത്രെട്ടണിങ് ആണ്. അതേപോലെ തന്നെ നമ്മളെ സോയിൽ ക്വാളിറ്റി, നമുക്ക് ഒരുപാട് നല്ല സോയിൽ വേണം, നമുക്ക് എന്താണ്, നമുക്ക് കൃഷി ചെയ്യണമെങ്കിലൊക്കെ ന്യൂട്രൽ ആയുള്ള ഒരു സോയിലാണ് വേണ്ടത്. പക്ഷെ എന്താണ്, നമ്മൾ ആസിഡ് റെയിൻ വന്നു കഴിഞ്ഞാൽ എന്താണ്, അതൊരു അസിഡിക് നേച്ചറായി മാറും. ഇനി ഇറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ടു ദ അസിഡിഫിക്കേഷൻ ഓഫ് വാട്ടർ ബോഡീസ്. അതായത് നമ്മൾ വാട്ടർ ബോഡീസ് എന്താണ്, നമ്മൾ വാട്ടർ എപ്പോഴും നമ്മൾ പറയാം ന്യൂട്രൽ ആയിട്ടുള്ള ഒരു
സൊല്യൂഷൻ അല്ലെങ്കിൽ ന്യൂട്രൽ ആയുള്ള ഒരു കോമ്പണന്റ് ആണ് എന്ത് വാട്ടർ. പക്ഷെ എന്താണ് നമ്മൾ ആസിഡ് റെയിൻ വരുമ്പോൾ നമ്മളുടെ വാട്ടർ ബോഡീസിലുള്ള വെള്ളത്തിലൊക്കെ എന്ത് വരും, വെള്ളത്തിലൊക്കെ ആസിഡ് അതായത് അസിഡിക് ക്യാരക്ടർ വരാൻ തുടങ്ങും. അപ്പോൾ അസിഡിക് ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. നമ്മൾ നോക്കാം എന്തൊക്കെ എൻവയോൺമെന്റിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. യെസ്, നമുക്ക് കാണാം അക്വാട്ടിക് ലൈഫ് നമ്മൾ പറഞ്ഞു എന്താണ്, മീനൊക്കെ ചത്ത് പൊങ്ങിയിട്ടുള്ളത് കാണാൻ പറ്റും. മീനൊക്കെ എന്താണ് ചത്ത് പൊങ്ങിയിട്ടുണ്ട്. അതെന്താണ്, അത് ഈ ആസിഡ് റെയിൻ്റെ കാരണമാണ്. ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരുപാട് ചെടികളൊക്കെ എന്തുണ്ട് അല്ലെങ്കിൽ മരങ്ങളൊക്കെ എന്തായിട്ടുണ്ട്, മരങ്ങളൊക്കെ നല്ലോണം എന്തായിട്ടുണ്ട്, നല്ലോണം ആസിഡ് റെയിൻ കാരണം എന്തായിട്ടുണ്ട്, വാടിപ്പോയിട്ടുണ്ട് അല്ല, വാടിപ്പോയിട്ടുണ്ട്. അതായത് എന്താ, അസിഡിക് എഫക്റ്റ് കാരണം എന്ത് ചെയ്തു, മരങ്ങളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. സോറി, ഉണങ്ങി പോയല്ല, കരിഞ്ഞു പോയിട്ടുണ്ട് അല്ല, ആസിഡിന്റെ എഫക്റ്റ് കൊണ്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് എന്ത് എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന എഫക്റ്റ്. ഇനി എന്തൊക്കെ ഇന്ത്യയിൽ എന്തൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള ഫേമസ് മോണുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ആയുള്ള ഒരുപാട് പ്ലേസസ് ഉണ്ട്. അവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആസിഡ് റെയിൻ ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്റ്റഡ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ഇൻ ഇന്ത്യ സച്ച് ആസ് താജ്മഹൽ. അതായത് നമ്മൾ താജ്മഹൽ, കുത്തബ് മിനാർ, അതേപോലെ തന്നെ ചാർ മിനാറിലൊക്കെ എന്തുണ്ട്, അവിടെയൊക്കെ പഴയ കാലത്ത് ഉണ്ടാക്കിയ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ആണ്. നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ആണ്. ആ മോണുമെന്റ്സിൽ എന്തുണ്ട്, മോണുമെന്റ്സിൽ കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ എന്താണ് ഇവർ കൂടുതലും യൂസ് ചെയ്തിട്ട് പഴയ കാലത്തുള്ള മാർബിൾസ് ആണ്. അപ്പോൾ മാർബിൾസ് എന്താണ്, മാർബിൾസ് നമുക്ക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, അവിടെ ബ്ലാക്ക് കളർ സ്പോട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ബ്ലാക്ക് കളർ സ്പോട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തുണ്ടായിട്ടുണ്ടാവും, താജ്മഹലിൽ ഉണ്ടായിട്ടുണ്ടാവും, കുത്തബ് മിനാറിൽ ഉണ്ടായിട്ടുണ്ടാവും, അതേപോലെ തന്നെ എന്താണ് ചാർ മിനാറിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെയാണ് താജ്മഹൽ, കുത്തബ് മിനാർ, ചാർ മിനാർ ഇവിടെയൊക്കെ എന്തുണ്ടായിട്ടുണ്ട്, ആസിഡ് റെയിൻ്റെ കാരണം ഒരുപാട് എഫക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം താജ്മഹലിൽ എന്താ സംഭവിച്ചത് നോക്കാം. താജ്മഹൽ എന്താണ് യുനെസ്കോ അംഗീകരിച്ച, അതായത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടാണ് നമ്മുടെ താജ്മഹൽ നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ എന്താണ് ഒരു ഇന്ത്യയിൽ കാണുന്ന ഒരു ലോകാത്ഭുതമാണ് അല്ലേ, ഈ ലോകാത്ഭുതങ്ങളിൽ ഒരു ലോകാത്ഭുതമാണ് എന്ത് താജ്മഹൽ എന്ന് പറയുന്നത്. താജ്മഹൽ ഹാസ് സഫേർഡ് ഡിസ്കളറേഷൻ. നമ്മൾ പറഞ്ഞു എന്താണ്, മാർബിൾസ് യൂസ് ചെയ്തിട്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് സർഫസ് ഇറോഷൻ ഡ്യൂ ടു ആസിഡ് റെയിൻ ആൻഡ് എയർ പൊല്യൂഷൻ. അതായത് എന്താണ്, ആഗ്ര പോലത്തെ സ്ഥലത്ത്, ആഗ്രയിലാണ് നമ്മൾ താജ്മഹൽ ഇല്ല, ആഗ്ര പോലത്തെ സ്ഥലത്ത് അവിടെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ ഇൻഡസ്ട്രീസ് കാരണം എന്തുണ്ട്, എയർ പൊല്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, സൾഫർ ഡൈ ഓക്സൈഡ്, അതേപോലെ തന്നെ എന്താണ് നൈട്രജൻ ഓക്സൈഡ്സ് എന്തുണ്ട് നമ്മളുടെ താജ്മഹൽ ആ നിൽക്കുന്ന ഏരിയയിൽ ഉണ്ട്. അപ്പോൾ എന്താണ് നിയർ ബൈ ഇൻഡസ്ട്രീസ് ആൻഡ് വെഹിക്കിൾസ്, അതായത് വെഹിക്കിൾസിന്റെ കാരണം കൊണ്ടും അതേപോലെ തന്നെ എന്താണ് ഇൻഡസ്ട്രീസിന്റെ കാരണം കൊണ്ട് എന്ത് സംഭവിച്ചു, അവിടെ ഡിസ്കളറേഷൻ സംഭവിച്ചു. നമ്മൾ പറഞ്ഞെന്താണ് ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ, അതെന്ത് ചെയ്തു, അത് താജ്മഹലിലും സംഭവിച്ചിട്ടുണ്ട്. താജ്മഹലിൽ എന്താ സംഭവിച്ചത്, താജ്മഹൽ ഇങ്ങനെയുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ല, ഒരുപാട് സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. എന്താണ് അവിടെയൊക്കെ റെയിൻ വാട്ടർ, അതായത് ആസിഡ് റെയിനിന്റെ വാട്ടർ കൊണ്ട് എന്ത് സംഭവിച്ചു, അതിന് ഡിസ്കളറേഷൻ സംഭവിച്ചു. ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ബ്ലാക്ക് കളറായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് ആസിഡ് റെയിനിൻ്റെ ഒരു എഫക്റ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം കുത്തബ് മിനാറിൽ എന്ത് സംഭവിച്ചു. കുത്തബ് മിനാറിൽ എന്ത് സംഭവിച്ചു, കുത്തബ് മിനാറും ഇതേപോലെ തന്നെയാണ് യുനെസ്കോ അംഗീകരിച്ച ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അവിടെ എന്ത് സംഭവിച്ചു, ഹാസ് എക്സ്പീരിയൻസ് സർഫസ് ഡീഗ്രേഡേഷൻ. അതായത് എന്താണ് അതിൻ്റെ സർഫസ് തന്നെ ഡീഗ്രേഡായി, അതായത് അതിൻ്റെ ഒരുപാട് സ്ട്രക്ചേഴ്സ് മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് സർഫസ് ഡീഗ്രേഡേഷൻ സംഭവിക്കൂ. അതേപോലെ തന്നെ എന്താണ് സംഭവിച്ചു, അതേപോലെ തന്നെ സ്ട്രക്ചറൽ വീക്കണിങ് ഡ്യൂ ടു ആസിഡ് റെയിൻ ആൻഡ് പൊല്യൂഷൻ. അതായത് ആസിഡ് റെയിനും പൊല്യൂഷനും കാരണം എന്ത് സംഭവിച്ചു, ഈ ഒരു പ്രതിഭാസം എന്ത് ചെയ്തു കുത്തബ് മിനാറിലും കാണാൻ പറ്റി. കുത്തബ് മിനാറിൻ്റെ എന്താണ് സർഫസിലാണ് എന്ത് ഡീഗ്രേഡേഷൻ സംഭവിച്ചത്. നമ്മൾ താജ്മഹലിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ താജ്മഹലിൻ്റെ ഒരുപാട് സ്ട്രക്ചേഴ്സ് മാർബിൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ചാർമിനാറിലും ഇതേപോലെ തന്നെ കേസ് ഉണ്ടായിട്ടുണ്ട്. ചാർമിനാർ എന്താണ് ഹൈദരാബാദിൽ സിറ്റുവേറ്റ് ചെയ്ത ഒരു സ്ഥലമാണ് ചാർമിനാറും അതേപോലെ തന്നെ ഹെറിറ്റേജ് സൈറ്റ് ആണ്, പക്ഷെ യുനെസ്കോ അംഗീകരിച്ച ഹെറിറ്റേജ് സൈറ്റ് അല്ല, ഹൈദരാബാദിലാണ് സിറ്റുവേറ്റഡ്. ഹാസ് ബീൻ അഫക്റ്റഡ് ബൈ ആസിഡ് റെയിൻ ലീഡിങ് ടു ഇറോഷൻ ഓഫ് ലൈം സ്റ്റോൺ. അതായത് നമ്മൾ പറഞ്ഞു ലൈം സ്റ്റോണിന്റെ ഇറോഷൻ സംഭവിച്ചു, അതായത് ലൈം സ്റ്റോൺ അല്ലെങ്കിൽ മാർബിളിന്റെ എന്ത് സംഭവിച്ചു, ഇറോഷൻ സംഭവിച്ചു. ആൻഡ് സ്റ്റെക്കോ പ്ലാസ്റ്റർ, അതായത് പ്ലാസ്റ്റർ അതേപോലെ തന്നെ മാർബിളൊക്കെ കൊണ്ടാണ്, സ്റ്റെക്കോ പ്ലാസ്റ്ററും മാർബിളൊക്കെ കൊണ്ടാണ് എന്ത് ചാർമിനാർ നിർമ്മിച്ചിട്ടുള്ളത്. അതൊക്കെ എന്താണ് ഹെറിറ്റേജ്, അതായത് വേൾഡ് ആൻഷ്യൻ്റ് ആയിട്ട്, അതായത് നമ്മൾ ആൻഷ്യൻ്റ് ആയിട്ടുള്ള മോണുമെന്റ്സ് ആണ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള മോണുമെന്റ്സ് ആണ് ഇന്ത്യയിലുള്ള ഈ മൂന്നെണ്ണത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്,
ആസിഡ് റെയിൻ കാരണം ഒരുപാട് എഫക്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ എന്താണ് ഡിസ്കളറേഷൻ, സർഫസ് ഇറോഷൻ, അതേപോലെ തന്നെ എന്താണ് ഇറോഷൻ ഓഫ് ലൈം സ്റ്റോൺ ആൻഡ് ദിയർ സ്ട്രക്ചേഴ്സ് ഒക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ആസിഡ് റെയിൻ എന്ന ഈ ഒരു പ്രതിഭാസം കൊണ്ടാണ് എന്ത് ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാം മെഷർ ടു റെഡ്യൂസ് ആസിഡ് റെയിൻ. നമ്മൾ ആസിഡ് റെയിൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് പഠിച്ചു, ആസിഡ് റെയിൻ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ എഫക്റ്റുകൾ എന്താണ് സംഭവിച്ചു, അതിൻ്റെ എഫക്റ്റുകൾ എന്താണ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാവുന്നത് പഠിച്ചു. അതേപോലെ തന്നെ എന്താണ് മെഷേഴ്സ് ടു റെഡ്യൂസ് ആസിഡ് റെയിൻ. നമ്മൾ ഇനി എന്താണ് നമ്മൾ ആസിഡ് റെയിൻ എങ്ങനെ മെഷർ ചെയ്യാം, അതായത് അതിൻ്റെ മെഷേഴ്സ് എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, അതായത് അതിൻ്റെ കണ്ടന്റ്, അതായത് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എഫേർട്ട് ടു റെഡ്യൂസ് ആസിഡ് റെയിൻ ഇൻക്ലൂഡ് യൂസിങ് ക്ലീനർ എനർജി സോഴ്സസ്. അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണ് വെഹിക്കിൾസ്, അതേപോലെ തന്നെ എന്താണ് പെട്രോള്, കോള്, അതേപോലെ ഫോസിൽ ഫ്യൂവൽസ് യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് മോട്ടർ എൻജിൻസ് യൂസ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസ് ഒക്കെ ആണ് എന്ത് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ക്ലീനർ എനർജി സോഴ്സസ്, അതായത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സോളാർ എനർജി യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് ആസിഡ് റെയിൻ കുറയ്ക്കാൻ പറ്റും. റെഡ്യൂസിങ് ഇൻഡസ്ട്രിയൽ എമിഷൻസ്, അതായത് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് എമിഷൻസ് പുകയായിട്ട് പോകുന്നുണ്ടല്ലോ, ഒരുപാട് പ്ലാന്റ്സുകളുണ്ട്, തെർമൽ പ്ലാന്റ്സ് ഉണ്ട്. തെർമൽ പ്ലാന്റ്സിലൊക്കെ എന്താണ് സൾഫർ ഡയോക്സൈഡ് ഒക്കെ എമിറ്റ് ആവുന്നുണ്ട്. അതെന്ത് ചെയ്യുക, അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആസിഡ് റെയിൻ കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇംപ്ലിമെന്റിങ് എമിഷൻ കൺട്രോൾ ടെക്നോളജി, അതായത് എമിറ്റ് ചെയ്തോട്ടെ, ഇനി ചെയ്യുന്ന സ്ഥലത്ത് എമിറ്റ് ചെയ്തോട്ടെ, അതിനെന്ത് ചെയ്യുക, അതിന് എന്തെങ്കിലും ചെയ്തിട്ട് എമിഷൻ കൺട്രോൾ ചെയ്യാനുള്ള എന്തെങ്കിലും ടെക്നോളജി, പുതിയ ടെക്നോളജീസ് കണ്ടെത്താം. അത് നമ്മൾ താജ്മഹലിൻ്റെ അടുത്തുള്ള ഇൻഡസ്ട്രീസിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് അവിടെ ആ സൾഫർ ഡയോക്സൈഡും നൈട്രിക് ഓക്സൈഡും ഒക്കെ എന്താണ് അത് പിടിച്ചു വെക്കാനുള്ള പ്രത്യേകമായുള്ള ടെക്നോളജീസ് ഒക്കെ അവിടെ എന്താണ് കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് പ്രൊമോട്ടിങ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, അതായത് എന്താണ് നമ്മൾ ഒരു വീട്ടിൽ നിന്ന് ഒരാളൊക്കെ പോവുകയാണെങ്കിൽ വെറുതെ കാർ എടുത്ത് പോകാണ്ടിരിക്കുക, നമ്മൾ എന്ത് ചെയ്യുക പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും എന്ത് ചെയ്യുക നമ്മൾ അതിനെ ആശ്രയിക്കുക. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആശ്രയിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ എന്താണ് നമുക്ക് അതിൻ്റെ എയർ പൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് ആസിഡ് റെയിൻ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് അതിന് വേണ്ടിയിട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെഷറും കൂടിയാണ് എന്ത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഒരുപാട് ആൾക്കാർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആശ്രയിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മൾ ആസിഡ് റെയിൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതിൻ്റെ മെഷർ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി നോക്കാം ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ മെഷർ റെഡ്യൂസ് ചെയ്യാനുള്ള എന്താ പഠിച്ചു, അതിൻ്റെ ഡിഫറെൻറ്റ് എഫക്ട്സ് പഠിച്ചു. ഇനി എന്താണ് ആസിഡ് റെയിൻ എന്താണെന്ന് നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. ആസിഡ് റെയിൻ എന്താണ്? ആസിഡ് റെയിൻ പോസസ് എ സിഗ്നിഫിക്കൻറ്റ് ത്രെറ്റ് ടു എൻവയോൺമെൻറ്റ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയിൽ ഒരുപാട് എഫക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആസിഡ് റെയിൻ. അതേപോലെ തന്നെ എന്താണ് എൻവയോൺമെൻറ്റിലും ഒരുപാട് എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വേൾഡ് ഹെറിറ്റേജിലും അതായത് കൾച്ചറൽ ഹെറിറ്റേജിലും ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ എഫക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് മെഷേഴ്സ് ആർ റിക്വയർഡ് ടു മിറ്റിഗേറ്റ് ഇറ്റ്സ് എഫക്റ്റ് ആൻഡ് പ്രൊട്ടക്ട് ഫേമസ് മോണുമെന്റ്സ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. അതായത് നമ്മൾ ഇതേപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഈ മെഷേഴ്സ് അതായത് റെഡ്യൂസ് ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഭാവിയിലുള്ള തലമുറകൾക്ക് എന്ത് സംഭവിക്കില്ല, നമുക്ക് ഇങ്ങനെയുള്ള മോണുമെന്റ്സ് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരുപാട് ഓർഗാനിസം എന്താണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ആസിഡ് റെയിൻ കാരണം ഒരുപാട് ഓർഗാനിസം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്ലാന്റ്സ് നശിക്കുന്നുണ്ട്, ആനിമൽസ് നശിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മളെ കയ്യിലേക്കൊക്കെ എന്താണ് ആസിഡ് വീണ് കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞു പോകില്ല അല്ലേ, നമ്മളെ സ്കിന്നൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതാണ് ആ ഒരു ഇഷ്യൂസ് എന്താണ് മൃഗങ്ങളിലും ഉണ്ടാവും സസ്യങ്ങളിലും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക ആ മെഷേഴ്സൊക്കെ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആസിഡ് റെയിൻ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ എഫക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ദാറ്റ്സ് ഓൾ ഫോർ ദ യൂട്യൂബ് വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് ആസിഡ് റെയിനെ കുറിച്ചിട്ടാണ്. ആസിഡ് റെയിൻ്റെ എഫക്റ്റുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് എനേബിൾ ചെയ്തേക്കുക. അതേപോലെ തന്നെ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ പറ്റും, അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് നിങ്ങൾ ആസിഡ് റെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഈ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഇടുക. അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എന്ത് ചെയ്യുക ആസിഡ് റെയിനിൻ്റെ എഫക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ദാറ്റ്സ് ഓൾ ഫോർ ദ വീഡിയോ. അപ്പോൾ താങ്ക് യു ഗൈസ്, ഗുഡ് ബൈ.